ബഹുമാന്യരെ സഹൃദയരെ, KPSC ചിൽഡ്രൻസ് തിയേറ്ററിന്റെ പ്രഥമ നാടകം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷനായി KPSCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും യുവകലാസാഹിത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ വനിത മോഹൻ. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി KPSCയുടെ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് ഷാഹിദാനെ ആദരപൂർവ്വം ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള ബഹുമാനിയെ, പ്രിയമുള്ളവർ, KPSC കഴിഞ്ഞ 60 വർഷമായി സാംസ്കാരിക കേരളത്തിന് നൽകുന്ന സംഭാവന വിവരിക്കേണ്ടതില്ലല്ലോ. മുൻകാലങ്ങളിൽ നാടകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് മുഖ്യമായും KPSCയിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദശാബ്ദത്തോളമായി KPSC മറ്റ് കലകളിലും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തി വരികയാണ്. KPSC നൃത്തവിദ്യാലയം 1986 ആരംഭിച്ചു. KPSC സംഗീത വിദ്യാലയം 1987 ആരംഭിച്ചു. 2009 KPSC സ്കൂൾ ഓഫ് ആർട്സ് ആരംഭിച്ചു. അവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇതുമായി ബന്ധപ്പെട്ട് 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തിവരുന്നു. അവിടെ ഗസറ്റ് ഓഫീസർമാർ ഉൾപ്പെടെ നിരവധി അധ്യാപകർ ഉൾപ്പെടെ 18 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചു വരുന്നു. ഇപ്പോൾ മോഹിനിയാട്ടം, കർണാട്ടിക് മ്യൂസിക്, തിയേറ്റർ എന്നിവയിലാണ് ഇഗ്നോ സെന്ററിൽ കോഴ്സ് നടന്നു വരുന്നത്. 3 വർഷത്തിന് മുമ്പാണ് KPSC കുട്ടികൾക്ക് വേണ്ടി നാടക പ്രവർത്തനം വളരെ ഗൗരവമായി ആരംഭിച്ചത്. അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടികളെ നാടകത്തിൽ അഭിനയിപ്പിക്കുന്നതിന് KPSC അവസരമൊരുക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ നാടകം എന്ന സങ്കല്പം പ്രാവർത്തികമാക്കിയത് കഴിഞ്ഞ 3 വർഷം മുമ്പാണ്. KPSC ചിൽഡ്രൻസ് തിയേറ്റർ എന്ന പേരിലാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ 3 വർഷവും ഏതാണ്ട് 75ഓളം കുട്ടികൾക്ക് ഓരോ വർഷവും ഇവിടെ നാടക പരിശീലനം നടത്തുന്നു. ഏപ്രിൽ മാസം 14-ാം തീയതി വിഷു ദിവസം തുടങ്ങി തുടർന്നുള്ള ഒരാഴ്ചക്കാലമാണ് ഇവിടെ കുട്ടികൾക്ക് നാടകത്തിൽ പരിശീലനം നൽകുന്നത്. അതിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ കുട്ടികളുടെ നാടകാചാര്യനായ ഡോക്ടർ രാമാനുജമാണ് ഈ 3 വർഷങ്ങളിലും ഈ ക്യാമ്പിന്റെ ഡയറക്ടറായി ഇവിടെ പ്രവർത്തിച്ചത്. കേരളത്തിലെ ഒട്ടുമിക്ക സാംസ്കാരിക നായകർ, നാടകാചാര്യന്മാർ, അഭിനയ പ്രതിഭകൾ ഒക്കെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളുമായി സംബന്ധിച്ചിട്ടുണ്ട്. ഈ വർഷം KPSCക്ക് ഈ നാടക ക്യാമ്പ് നടത്തുന്നതിന് കേന്ദ്ര കൾച്ചറൽ മിനിസ്ട്രിയുടെ ഒരു ധനസഹായം കിട്ടി. ആ ധനസഹായത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടേതായ ഒരു നാടകം ഇവിടെ തയ്യാറാക്കാൻ തീരുമാനിച്ചു. അത് ഏപ്രിൽ മാസത്തിൽ ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ വെച്ചിട്ടാണ് അത് പൂർത്തീകരിച്ചത്. എല്ലാ അവധി ദിവസങ്ങളിലും ഇവിടെ KPSC വളരെ ഗൗരവമായ നാടക പഠന ക്യാമ്പും റിഹേഴ്സലും നടന്നു വന്നു. അതിന്റെ പരിസമാപ്തിയാണ് ഇന്നിവിടെ നടക്കുന്നത്. കുട്ടികൾ ഒരു പൂർണ്ണമായ ഒരു നാടകം ഇവിടെ പരിശീലിച്ച് ഇവിടെ അരങ്ങേറുകയാണ്. പഞ്ചരാത്രം എന്ന സ്ഥിരം പരിപാടിയുടെ ഭാഗമായിട്ട് ഏറ്റവും അവസാനമാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. KPSC കേന്ദ്ര ഗവൺമെന്റ് ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടി നൽകിയ പ്രോജക്റ്റ് അനുസരിച്ച് പഞ്ചരാത്രി പൂജ ഹോളിഡേയ്സ് അല്ലെങ്കിൽ പൂജ എടുപ്പ് ദിവസം ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് തന്നെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പഞ്ചരാത്രം കഴിഞ്ഞ 20ഓളം വർഷമായി ഇവിടെ നടന്നു വരുന്നു. എല്ലാ വർഷവും പൂജ ഹോളിഡേയ്സിൽ ഭാരതീയ സങ്കല്പങ്ങൾക്ക് അനുസരണമായി ഇവിടെ സംഗീത കച്ചേരിയും വിദ്യാരംഭവും ഒക്കെ നടത്തുന്നുണ്ട്. ഇന്നും ഏതാണ്ട് 100ഓളം കുട്ടികൾ ഇവിടെ വിദ്യാരംഭം കുറിച്ചിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കഥകളി ഒഴിച്ച് മിക്കവാറും എല്ലാ കലാരൂപം അല്ലെങ്കിൽ നൃത്തരൂപവും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ
കാര്യങ്ങളൊക്കെ വളരെ അകമഴിഞ്ഞ സംഭാവനയാണ് സഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ നാട്ടുകാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടകം, കുട്ടികളുടെ നാടകം വളരെ ഗൗരവമായി അതിന്റെ റിഹേഴ്സൽ നടത്തി ഒരു ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ നാടകം, കുട്ടികളുടെ നാടകം, ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നാടകം, അത് റിഹേഴ്സൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കേരള സർക്കാരിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഈ കഴിഞ്ഞ 13-ാം തീയതി ദേശീയ ലോക ദുരന്ത നിവാരണ ദിനവുമായി ബന്ധപ്പെട്ട് ദുരന്തമുണ്ടായാൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു ബോധം കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള ഒരു ബോധവൽക്കരണ നാടകം എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ വളരെ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് ഇവിടെ റിഹേഴ്സൽ നടത്തി കഴിഞ്ഞ 13-ാം തീയതി തിരുവനന്തപുരം കരകക്കുന്ന കൊട്ടാരത്തിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ IAS ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പ്രമുഖർ, സ്കൂളുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കുറച്ച് കുട്ടികൾ, ഇവരൊക്കെ ആണ് നാടകം കാണാൻ എത്തിയത്. വളരെ വളരെ നിലവാരം കൂടിയ, ഉയർന്ന നിലവാരമുള്ള ഒരു സദസ്സാണ് നമുക്കിവിടെ ലഭിച്ചത്. ആ നാടകത്തെ സംബന്ധിച്ച് വലിയ അഭിപ്രായങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ നാടകം ആ പ്രോഗ്രാം അവിടെ ഉദ്ഘാടനം ചെയ്ത ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം യൂത്ത് വെൽഫെയറിന്റെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ യൂത്ത് വെൽഫെയർ ബോർഡെന്നോ മറ്റോ പറഞ്ഞോണം ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ആ നാടകം അവിടെ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും ഇത് നടത്തണം എന്ന് ചീഫ് സെക്രട്ടറി നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് KPSCയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഇവിടെ തുടങ്ങി വെച്ച ചിൽഡ്രൻസ് തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ ഈ നാടകം ഉദ്ഘാടനം ചെയ്യാം എന്നേറ്റത് കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി ബഹുമാന്യരായ രാവുണ്ണി മാസ്റ്ററാണ്. അദ്ദേഹം അറിയപ്പെടുന്ന കവിയാണ്, അദ്ദേഹം എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം സമസ്ത മേഖലകളും അദ്ദേഹം ഈ സാംസ്കാരിക മുന്നേറ്റത്തിന് മഹത്തായ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യദേഹമാണ്. അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷകരമായി KPSC വരുന്നതിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചു. ഇന്ന് വളരെ ഗൗരവമുള്ള ഒട്ടേറെ പ്രോഗ്രാംസ് ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്നത്. ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുന്നു. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. എന്റെ അധ്യക്ഷൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, അദ്ദേഹം KPSCയുടെ ഭാഗമാണ്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായ എന്നോടൊപ്പം തന്നെ നിൽക്കുന്ന ആളാണ്. ഒരു പക്ഷേ എന്നെക്കാൾ ഉപരിയായി നിന്ന് സംസ്ഥാന വ്യാപകമായി ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ KPSCയുമായി ചേർന്ന് ഏകോപിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മറ്റൊന്ന്, ഇനി പരിചയപ്പെടുത്തേണ്ടത് 3 നാടക പ്രതിഭകളെയാണ്. ഒന്ന്, ഈ നാടകം എഴുതിയ ശ്രീ കലേഷ് KPSCയിലെ ഒരു 4-5 വർഷത്തെ അഭിനേതാവായിരുന്നു. കണ്ടലുകളിലുള്ള ആളാണ്. അദ്ദേഹമാണ് ഈ നാടകം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ എങ്ങനെ ഒരു നാടകം എഴുതി തയ്യാറാക്കുക മാത്രമല്ല, കുട്ടികളെ സംഘടിപ്പിക്കുക, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുക. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കുന്നത് മുതൽ അവർക്ക് തലവേദന വന്നാൽ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ആ കുട്ടികളെ, സ്വന്തം കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെ പരിപാലിച്ച് ആണ് ഈ ക്യാമ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ നാടകം എഴുതിയ കലേഷ്, അദ്ദേഹം ഒരുപാട് കുട്ടികളുടെ നാടകം എഴുതിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാന ജില്ലാതല തലത്തിൽ സ്കൂൾ നാടക മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒട്ടേറെ നാടകങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു നല്ല ഭാവി രംഗത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മറ്റൊന്ന്, ഡോക്ടർ ശ്രീ മനോജ് നാരായണൻ. അദ്ദേഹത്തിന് താടി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു കുട്ടിയായി മാത്രമേ കാണാൻ കഴിയും. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം ഇവിടെ നിന്ന് ഒരു 4 ദിവസത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വണ്ടിയിൽ ഇങ്ങോട്ട് കയറും. അത്രമാത്രം ഈ കുട്ടികളുമായി ഇങ്ങ് ഇഴുകിച്ചേർന്ന് 2 നാടകത്തിലൂടെ 60 കുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കൾ 4 ദിവസം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഇവരെല്ലാമായിട്ട് അത്രമാത്രം ഇഴുകി ചേർന്നിരിക്കുകയാണ്. കുട്ടികളുടെ നാടകത്തില് കേരളത്തിലെ ഇന്ന് ഈ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഏറ്റവും പ്രഗത്ഭനായ ആളാണ് ശ്രീ മനോജ്. അദ്ദേഹം പ്രൊഫഷണൽ നാടക രംഗത്തുമുണ്ട്. കഴിഞ്ഞ വർഷം പ്രൊഫഷണൽ നാടകത്തിലെ ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. എങ്കിലും അദ്ദേഹം കുട്ടികളുടെ നാടകത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് പോലും കുട്ടികളുടെ വീടെന്നാണ്. വീട്ടുപേര് കുട്ടികൾ, മനോജ് നാരായണൻ, കുട്ടികളുടെ വീട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അത് കിട്ടിയിരിക്കും.
മനോജ് എന്നും കുട്ടിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല, ഇനി അത് ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. മനോജ് കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ നാളത്തിന് വേണ്ടി ജീവിക്കുന്നു. മനോജിനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. മറ്റൊന്ന് അടൂർക്കാരനായ ഹിരണ്യൻ ഒരു തികഞ്ഞ നാടക പ്രവർത്തകനാണ്. അദ്ദേഹം നാടകം എഴുതിയില്ലെങ്കിലും സംവിധാനം ചെയ്തില്ലെങ്കിലും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ നാടകത്തിൽ ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്ന നാടകത്തിൽ അഭിനയിക്കുന്ന കുട്ടികളിൽ 10ഓളം പേർ അടൂരിലാണ് വരുന്നത്. ഈ അടൂരിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പൊ ഞായറാഴ്ച രാവിലെ ഇവിടെ റിഹേഴ്സൽ തുടങ്ങുകയാണെങ്കിൽ ഹിരണ്യന് ശനിയാഴ്ച മുതൽ ജോലിയാണ്. ശനിയാഴ്ച സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ വീടുകളിലെല്ലാം ചെന്ന് കുട്ടികളെയൊക്കെ കളക്ട് ചെയ്തിട്ട് രാത്രി അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാർഗം ഉപയോഗിച്ച് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കുടിസ് മുറിയിൽ ഈ കുട്ടികളും, ആൺകുട്ടിയും പെൺകുട്ടി, അതിൻ്റെ കൂടെ ഈ വലിയ കുട്ടിയും കൂടെ കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ തുടങ്ങാം. പിന്നെ അങ്ങനെ ഹിരണ്യന് പിന്നെ വേറെ ഒന്നുമില്ല. ഹിരണ്യന് വീടില്ല, കൂടില്ല എന്നുള്ള രീതിയിലാണ് ഹിരണ്യൻ ഒരു തികഞ്ഞ നാടക പ്രവർത്തകരാണ്. അവിടെയും ഹിരണ്യൻ നാടക പ്രവർത്തനവും കുട്ടികളുടെ കലാസാംസ്കാരിക പ്രവർത്തനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഹിരണ്യനെ ഇന്നും ഇവിടെ വന്നിരിക്കുന്ന ഹിരണ്യൻ ഒരു വണ്ടി പിടിച്ച ഹിരണ്യന്റെ അവിടുത്തെ ഒരു കൂട്ടായ്മ, അവിടുത്തെ രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാം കൂടെ 10-40 പേര് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇരിപ്പുണ്ട്. അടൂരിലെ ഉൾപ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് അവർ വരുന്നത്. അവരൊക്കെ വരുന്ന ആളുകളെ വീണ്ടും വരാനും ഒക്കെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹിരണ്യനൊക്കെ വേറെ എന്തെങ്കിലും നമുക്ക് ജോലിക്കൊക്കെ പോകാൻ കഴിയുന്ന ഒരാള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഹിരണ്യനെ നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് ഇരുത്തിയത്. ഹിരണ്യനും ഈ സമ്മേളനത്തിൽ എൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരു കലേഷ് ഒരു നാടകം എഴുതി കോഴിക്കോട് നിന്ന് മനോജ് റിഹേഴ്സൽ നടത്തി അതെല്ലാം സംഘടിപ്പിക്കാൻ ഹിരണ്യൻ നിന്നു എന്ന രീതി മാത്രമായിരുന്നില്ല. ഓരോ ദിവസവും ഈ നാടകം കഴിഞ്ഞാൽ, റിഹേഴ്സൽ കഴിഞ്ഞാൽ അന്ന് കുട്ടികൾക്ക് ഒരു ജോലി കൊടുക്കും. അന്ന് പഠിച്ചതിനെ സംബന്ധിച്ച്, അന്നുണ്ടായ ഇവരെ കൈകാര്യം ചെയ്ത ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം, അതെല്ലാം മനോഹരമായ ലേഖനങ്ങളാണ്. അത് എൻ്റെ ഒരു കെട്ടോളമുണ്ട്. അത്ര വളരെ ഗൗരവമായ ഒരു നാടക പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. അതിന്റെ സ്കീമിന് അവസാനം വരുമ്പോൾ അത് പബ്ലിഷ് ചെയ്യണമോ അതുപോലെ അത് ഏതായാലും വിലപ്പെട്ട രേഖകളാണ്. ഓരോരുത്തരെ അതുപോലെ അത് ചിത്രം വരച്ചിരിക്കുന്നു. കുട്ടികൾ അവരെ ഇവിടെ നടത്തിയിട്ടുള്ള നാടകങ്ങളെ സംബന്ധിച്ച് ഓരോ ഫ്രെയിംസ് അതെങ്ങനെയാണെന്ന് ഒരു മനസ്സിലാക്കി ചിത്രം വരച്ചിരിക്കുന്നു, അത് എഴുതിയിരിക്കുന്നു. അത് KPSC കുറിച്ച്, സാംസ്കാരിക രംഗത്തെ കുറിച്ച്, ഈ നാടകത്തെ കുറിച്ച്, ഓരോ നാടകത്തിന്റെ കഥാപാത്രം, നന്മയും തിന്മയും സംബന്ധിച്ച്, നല്ല മനുഷ്യനെ സംബന്ധിച്ച് ഒക്കെ. ഞങ്ങൾ നല്ല മനുഷ്യനെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ നടത്തുന്ന മുഴുവൻ സാംസ്കാരിക പ്രവർത്തനങ്ങളും കുട്ടികളോടൊപ്പം ഇവിടെ വരുന്ന മുഴുവൻ കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും നല്ല മനുഷ്യനാകാൻ. നിങ്ങൾ എന്തിനാണ് നാടകം കളിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും നല്ല മനുഷ്യനാകാൻ. അതുകൊണ്ട് നല്ല മനുഷ്യനെ സംബന്ധിച്ച സങ്കല്പം കുട്ടികൾ അതിങ്ങനെ പലതരത്തിൽ അവരെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നതിൽ ഇവരെല്ലാം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഇവിടുത്തെ മുഖ്യ അതിഥി ഡോക്ടർ ചേരാവി ശശിയാണ്. അദ്ദേഹം KPSC എക്സിക്യൂട്ടീവ് ഒന്നുമില്ലെങ്കിൽ KPSCയുടെ ഒരു ഭാഗമാണ്. ഡോക്ടർ ചേരാവി ശശി ഇല്ലാത്ത ഒരു യോഗം ഇവിടെയില്ല. അദ്ദേഹത്തെ നമ്മുടെ ഈ നോട്ടീസൊന്നും പേരിങ്ങനെ ആരെയും വെച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ഇവിടെ വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. വളരെ സന്തോഷം. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മറ്റൊന്ന് നാടക KPSCയുടെ എക്സിക്യൂട്ടീവ് അംഗവും ഈ KPSC സ്കൂൾ ഓഫ് ആർട്സിന്റെ പ്രിൻസിപ്പലും അതിന്റെ ഹെഡ്, അതുപോലെ നാടക പ്രവർത്തകൻ, സംവിധായകൻ ഒക്കെയായ ശ്രീ തുളസിദാസ്, അദ്ദേഹത്തെയും ഞാൻ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ്. കാണാൻ തന്ന മുഴുവൻ കുട്ടികൾ, അവരെ കാണിക്കാൻ തന്ന അതിനേക്കാൾ ബോധമുള്ള രക്ഷകർത്താക്കൾ, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വന്നപ്പോഴെല്ലാം അവർക്കെല്ലാം ഞാൻ ഒരിക്കൽ ഈ സമ്മേളനത്തിന് പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞു. കുട്ടികളുടെ നാടകം ഉദ്ഘാടനം ചെയ്യുന്നതിനും പഞ്ചരാത്രത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും മലയാളത്തിലെ ശ്രദ്ധേയനായ കവി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിലെ അമരക്കാരൻ, കേരള സംഗീത അക്കാദമിയുടെ സെക്രട്ടറി, വളരെ പ്രിയങ്കനായ സുഹൃത്ത്, KPSCയുടെ ബന്ധു, പ്രിയപ്പെട്ട ശ്രീ രാഹുലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സുള്ള സുഹൃത്തുക്കൾ, ഉദ്ഘാടനം ഒഴികെ ആരും ദീർഘമായി സംസാരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കിയത് തന്നെയാണ്. കാരണം ഇത് പ്രസംഗത്തിന് പറ്റിയ സമയമല്ല എന്നുള്ളതാണ്.
ഇവിടെ 5 ദിവസമായി പഞ്ചരാത്രത്തിന്റെ സമാപനമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഗീതം, നൃത്തം അതെല്ലാം പേര് നിറയെ ആയിരുന്നു. അത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ പലരും. ഈ സംഗീതോത്സവത്തോടും നൃത്തോത്സവത്തോടും തുടർന്നാണ് ഇവിടെ ഇപ്പം നാടകം അരങ്ങേറുന്നത്, കുട്ടികളുടെ നാടകം. ഈ രംഗത്തിന് യോജിക്കാത്ത ഒരേ ഒരു കാര്യം പ്രസംഗമാണ്. എന്നാൽ ഞാൻ ഇത്ര ദൂരെ നിന്ന് ഒരു 2 മണിക്ക് പുറപ്പെട്ടതാണ്. ഇനിയും ഞാൻ തിരിച്ചെത്തുമ്പോഴും അതിന്റെ സമയം ആവും. അത്ര ദൂരെ നിന്ന് വന്ന് ദൂരേക്ക് പോകുന്നു എന്നതുകൊണ്ടായിരിക്കും എനിക്കൊരു അനുമതി തന്നത്. എന്തായാലും ഇതൊരു പ്രസംഗപ്രധാനമായ രീതിയാക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു വലിയ സ്ഥലമാണ്. ഈ വഴിയെ പോകുമ്പോഴെല്ലാം KPAC എന്നൊരു ബോർഡ് കണ്ട് രോമാഞ്ചം അണിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും. ഈ വഴിയെ പോകുന്നു എല്ലാവരും. KPAC എന്നൊരു പേര് കേൾക്കാത്ത ഉണ്ടാവില്ല, കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, പുറമേ. ഒരു കലാപ്രസ്ഥാനത്തിന് എത്രത്തോളം വളരാൻ കഴിയും എന്നുള്ളതിന്റെ ലോകത്ത് തന്നെ വെക്കാവുന്ന ഏറ്റവും വലിയ മാതൃക KPAC ആണ്. അതുണ്ടായ ഈ മണ്ണിലാണ്. ഇവിടെ വന്നിറങ്ങുമ്പോൾ ആ ഒരു വലിയ വലുപ്പത്തിൽ, ആ ഒരു വലിയ ചരിത്രധാരയിലേക്കാണ് കാലെടുത്ത് വയ്ക്കുന്നത്. അത് ഒരു ചെറിയ കാര്യം അല്ല. ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിന് എന്താവാൻ കഴിയും എന്ന് ലോകസമക്ഷം വയ്ക്കുന്ന ഏറ്റവും മഹനീയമായ മാതൃക ആണ് KPACയുടെ. 60 വർഷത്തെ ചരിത്രം നാടകം കളിച്ചൊരു ചരിത്രം മാത്രമല്ല, നാടകത്തെ മാറ്റി തീർച്ചൊരു ചരിത്രമാണ്, നാടിനെ മാറ്റി തീർച്ചൊരു ചരിത്രമാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചെറുപ്പത്തെ ഇല്ലാതെ ചെയ്യുന്നു, നമ്മെ തന്നെയും വലിയതാക്കുന്നു. ഇവിടെ ഓഫീസിലിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം, നാം പിന്നിട്ട വഴിത്താരകൾ, എത്രയെത്ര മഹാന്മാരായ പ്രതിഭാശാലികൾ, അവരെല്ലാം ചവിട്ടി കടന്നുപോയ മണ്ണാണ്. അതിന്റെ വലുപ്പമുണ്ട്. KPAC അതിന്റെ 60 കൊല്ലക്കാലത്തെ വലിയ ചരിത്രത്തിന്റെ ഒരു തൻപോരിയിൽ നിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്. പണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു, പണ്ട് വലിയ നാടകം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുക മാത്രം അല്ല ചെയ്യുന്നത്. മറിച്ച് കടന്നു വരുന്ന പുതിയ തലമുറയെ വരവേൽക്കാനും അവർക്ക് ഒരു നല്ല കലയുടെയും സംസ്കാരത്തിന്റെയുമായ ഒരു വലിയ വിളഭൂമി വിളിച്ചു കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് KPACയുടെ ഏറ്റവും വലിയ ചരിത്രം. KPAC പ്രൊഫഷണൽ നാടക രംഗത്ത് ഗംഭീരമായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഒരു അമേച്വർ നാടക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഇന്ന് നടന്നു തുടങ്ങുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി പുതിയ നാറ്റടികൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അതാണ് KPACയുടെ വലിപ്പം. ആ ദിവസം സമ്മാനിച്ച KPACയുടെ 100 പേരടങ്ങിയ സുഹൃത്തുക്കൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികളുടെ നാടകം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷന്റെ പ്രസംഗമില്ല. ഇവിടെ അവതരിപ്പിക്കുന്ന നാടകത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അധ്യക്ഷന്റെ വക പ്രത്യേകമായ അഭ്യർത്ഥന അറിയിക്കുന്നു. ഇവിടെ അടുത്ത പ്രസംഗത്തിന് വേണ്ടി മനിരെ സ്നേഹം നിറഞ്ഞവരെ, ഒരൊറ്റ മിനിറ്റ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇന്ന് KPAC അവതരിപ്പിക്കുന്ന കുട്ടികളുടെ നാടകത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഞാൻ ആദ്യമായിട്ട് അർപ്പിക്കുന്നു. ഈ നാടകം എഴുതിയ കലേഷ്, ഈ നാടകം സംവിധാനം ചെയ്ത മനോജ് നാരായണൻ, ഈ നാടകം സംഘടിപ്പിച്ച KPAC, ഇതിൽ അഭിനയിക്കുന്ന കുട്ടികൾ, ഇവർക്കെല്ലാം തന്നെ വിജയം നേർന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ നാടകം ഒരു ചരിത്ര മുഹൂർത്തമായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.
ഇന്നവനെന്റെ നെഞ്ചുകൂട് മാന്തി മാന്തി നല്ല
സംശയിക്കേണ്ട, സ്പർശിക്കൂ. അത് കിട്ടിയില്ല, സാരമില്ല. ജീവിതത്തിൽ കൈ കിട്ടി ഒന്നിനെ വെറുതെ വിടാൻ കഴിഞ്ഞില്ല. എനിക്ക് ഉറക്കം വരും. നിങ്ങൾ ചെല്ലും. ഇവിടെ നിന്നാൽ തീപ്പെട്ടി കൂടുകൾ പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഫ്ലാറ്റുകളല്ല, മറ്റൊന്നും കാണാൻ കഴിയില്ല. സുന്ദരമോ പ്രകൃതിപരമായ ഒന്നുമില്ല. തേനരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം അവന്റെ പാട്ടിൽ പറഞ്ഞ ആർട്ടിഫിഷ്യൽ. ഒറിജിനൽ ഒന്നുമില്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. നിങ്ങൾ ചെല്ലും, ഞാൻ ഉറങ്ങട്ടെ. വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഭൂമി. പ്രപഞ്ചത്തിന്റെ കലാകാരൻ പച്ചപ്പ് കൊണ്ട് വരച്ചിട്ട ഒരു മനോഹര ചിത്രം പോലെ. ചോട്ടിലല്ലോ
നിറയ്ക്കും. പ്രക്രിയയിലൂടെ ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൊണ്ട് നിറയ്ക്കും.
വെച്ചിരിക്കുകയാണ്. ഇനി ഇതും കൂടി വെട്ടിയാൽ ഞാൻ നിന്റെ ആസ്ഥാന വെട്ടുകാരനാണ്. മഹാരാജാവ് എല്ലാം അങ്ങയുടെ കൃപ. പക്ഷേ ഇത് നോക്കുക വളരെ ശ്രമകരമാണ്. കണ്ടിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കവും 20 പേർ കണ്ണെത്താ ദൂരത്തോളം പടർന്നു വന്നിരിക്കുക. ഇത് മുറിക്കാൻ എത്ര പെട്ടെന്ന് പണി തീർക്കുന്നോ അത്രമാത്രം നാം നിങ്ങൾ പ്രീതരായിരിക്കും. നമുക്ക് കേൾക്കണം മഴ പതിയുന്ന ശബ്ദം.
പ്രതീക്ഷകൾ നമുക്ക് സമ്മാനിക്കണം. ഈ പ്രതീക്ഷയാണ് നമ്മൾ മുൻപിലിരിക്കുന്നത്. ഈ നാടകത്തിൽ പങ്കെടുത്ത ഓരോ കുട്ടിയും ഒന്നും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. എല്ലാവർക്കും അഭിനന്ദനം. ഈ നാടകത്തിൽ സംവിധാനം മനോഹരമായി. കൂടുതൽ മികച്ചത് ഇതിന്റെ സംഗീത വിഭാഗമാണ്. തീർച്ചയായും ഈ ഭാഷകൾ ഇതിന്റെ താളം കൊണ്ടും വരികളുടെ സൂക്ഷ്മത കൊണ്ടും അങ്ങേയറ്റം മനോഹരമാണ്, ഹൃദ്യമാണ്. എല്ലാവർക്കും അഭിനന്ദനം.